ഗാസക്ക് നേരെ ഇസ്രായേലിന്റെ വ്യാപകമായിരിക്കുന്ന വ്യോമാക്രമണം 200-ലധികം പേർ മരണപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമാണ് ഗാസയുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത്. കുട്ടികളും സ്ത്രീകളുമാണ് മരണപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ എന്നുള്ളതും ഒരുപാട് പേരുടെ നില ഗുരുതരമാണ് എന്ന തരത്തെ റിപ്പോർട്ട് പുറത്തു വന്നു. 2 ദിവസം മുമ്പാണ് സമാനമായിരിക്കുന്ന ആക്രമണം അമേരിക്ക ചെങ്കടലിൽ നിന്ന് യമന് നേരെ നടത്തിയത്. 50ഓളം ആളുകൾ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വന്നത്. 2 വിമാനത്തിന്റെയും പൈലറ്റ് ഒന്നാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ തത്തുല്യമായ രീതിയിലുള്ള ആക്രമണമാണ് അവർ നടത്തപ്പെട്ടത്. മരണം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഉറങ്ങിക്കിടക്കുന്ന വീടിന് നേരെയാണ് കൂടുതൽ ആക്രമണം നടത്തിയത് എന്നുള്ളത് 2 വിഭാഗം ആരോപിക്കുന്നത്. ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് ആ റിപ്പോർട്ട് വരുന്നു, യമന്റെ ഭാഗത്തും തത്തുല്യമായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജനുവരിക്ക് ശേഷം നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. 6 ആഴ്ചകൾക്ക് ശേഷം വെടിനിർത്തലിന്റെ 2ാം ഘട്ടം പുനരാരംഭിക്കുമെന്ന് കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ്. ആ കരാർ വ്യവസ്ഥ സ്വയം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ പ്രവർത്തനം ചെയ്തത്. പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റമാണ് 2ാം ഘട്ടത്തിലെ ആദ്യ ഭാഗത്ത് പറയുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുക എന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. രണ്ടും പാലിക്കപ്പെട്ടു.